നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസ് ക്രസ്കൽസ് അൽഗോരിതം ടു ഫൈൻഡ് എ മിനിമം സ്പാനിങ് ട്രീ ഇൻ ദ ഫോളോയിങ് വെയ്റ്റഡ് ഗ്രാഫ്. അതായത് ഈ ഗ്രാഫിൽ നമുക്ക് മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ ഏറ്റവും കുറവ് വരുന്ന ഏതൊക്കെയാണ്? ബി ഡി എന്ന് പറയുന്ന എഡ്ജസിന് 1 ആണ് വരുന്നത്. അതേപോലെ എഫ് ജി എന്ന് പറയുന്ന എഡ്ജിന് എന്താ വരുന്നത്? മിനിമം വെയിറ്റ് 1 ആണ് വരുന്നത്. പിന്നെ എന്താ ആഡ് ചെയ്യുക? എ ബി എന്ന് പറയുന്നതും ഡി ഇ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? 2 ആണ്. അപ്പോൾ അത് രണ്ടുമാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഏതാ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബി ഡി വരയ്ക്കാം. ഓക്കെ, ബി ഡി വരച്ചു 1, എഫ് ജിയും നമ്മൾ എടുത്തു. ഇനി നമ്മൾ എ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് 2 ആണ്. അപ്പോൾ എ ബി വരയ്ക്കാം. സർക്യൂട്ട് ക്രിയേറ്റ് ആവുന്നില്ല, അപ്പോൾ പ്രശ്നമില്ല. നെക്സ്റ്റ് ഡി ഇ വരയ്ക്കാം. ഡി ഇ വരച്ചാലും സർക്യൂട്ട് ക്രിയേറ്റ് ആവുന്നില്ല, അപ്പോൾ അത് വരയ്ക്കാം. നെക്സ്റ്റ് പക്ഷേ ഇവിടെ ബി ഇ വരച്ച എന്താവും? സർക്യൂട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ അത് വരയ്ക്കാൻ പാടില്ല. അങ്ങനെ സർക്യൂട്ടുകൾ ക്രിയേറ്റ് ആവാത്ത രീതിയിൽ എഡ്ജസിനെ, അതായത് മിനിമം വെയിറ്റുള്ള എഡ്ജസിനെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് വരിക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രസ്കൽസ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ടോട്ടൽ വെയിറ്റ് സം കണ്ടുപിടിക്കുക. 24. ഇവിടെ സെക്കൻഡ് വൺ 24ഉം ഫസ്റ്റ് വൺ 16ആണ് കിട്ടുന്നത്. അപ്പോൾ 16 വെയിറ്റ് ഉള്ളതാണ് ഏറ്റവും ചെറിയ സ്പാനിങ് ട്രീ, അതായത് മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ വെയിറ്റ് സമ്മും കൂടിയും കണ്ടുപിടിക്കണം കേട്ടോ. ടോട്ടൽ വെയിറ്റ് കൂടെ കണ്ടുപിടിക്കണം. അതാണ് ക്രസ്കൽസ് അൽഗോരിതം. ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഓരോ മിനിമം വെയിറ്റുള്ള എഡ്ജസ് എടുക്കുക, അതിലോട് സർക്യൂട്ട് ക്രിയേറ്റ് ആവാത്ത രീതിയിൽ പറ്റുന്ന എഡ്ജസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വരിക. എന്നിട്ട് ലാസ്റ്റ് ആ വെയിറ്റ് സമ്മ് നോക്കുക. അത് മിനിമം ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്താ വിളിക്കുന്നത്? മിനിമം സ്പാനിങ് ട്രീ എന്ന് വിളിക്കുന്നത്. ഓക്കെ.